കയ്യടികളും രൂക്ഷ വിമർശനങ്ങളും നേരിട്ട് വി ഡി സതീശൻ സർക്കാർ ഇന്ന് 100 ദിനം തികയ്ക്കുകയാണ്. PM ശ്രീയും ഹെലികോപ്റ്റർ യാത്രയും ഉൾപ്പെടെ വിവാദങ്ങൾ നിറഞ്ഞ 100 ദിവസങ്ങൾക്കിടയിൽ പ്രിയദർശിനി സൗജന്യയാത്രയും ഓപ്പറേഷൻ തൂഫാനും കയ്യടി നേടി. 100 ദിന കർമ്മ പരിപാടിയുമായി മുന്നോട്ടു പോകുന്ന UDF സർക്കാരിന്റെ കഴിഞ്ഞ 100 ദിവസങ്ങളിലേക്ക് ഒന്നുകൂടി പോയി വരാം. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും 102 സീറ്റിന്റെ മിന്നും വിജയത്തോടെ അധികാരത്തിലെത്തിയ UDF സർക്കാർ കയ്യടിയും രൂക്ഷമായ വിമർശനവും നേരിട്ട് 100 ദിവസം പൂർത്തിയാക്കുകയാണ്. സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയതു മുതൽ ആരംഭിച്ച വിവാദങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി വിൽപ്പനയും PM ശ്രീയിലെ നിലപാട് മാറ്റവും കടന്ന് കാലവർഷ ദുരിതത്തിനിടയിലെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വരെ എത്തി. മെറ്റ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്തതും സർക്കാരിനെ വിമർശന മുനയിലാക്കി. എന്നാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്ന സർക്കാരിന്റെ അഭിമാന പ്രഖ്യാപനം പ്രിയദർശിനി പദ്ധതി വലിയ തോതിൽ ജനങ്ങൾ ഏറ്റെടുത്തു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ക്ഷേമ പെൻഷനും മറ്റാനുകൂല്യങ്ങളും കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തതും സപ്ലൈകോയിൽ ഓണത്തിനു മുമ്പേ സാധനങ്ങൾ എത്തിച്ചതും സർക്കാരിന് അഭിമാനിക്കാൻ വക നൽകുന്നു. ഇതിനിടെ ലഹരിവേട്ട ശക്തമാക്കിയ ഓപ്പറേഷൻ തൂഫാൻ കയ്യടി നേടി. LPST സമരം ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിച്ചതും സർക്കാരിന്റെ നേട്ടമാണ്. സമരം പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. ജൂലൈ 1 മുതൽ ആരംഭിച്ച 100 ദിന കർമ്മ പരിപാടിയിലാണ് സർക്കാർ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത്. 100 ദിവസത്തിനുള്ളിൽ 1688 പദ്ധതി പൂർത്തീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 547 പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 45 ദിവസങ്ങൾ കൂടിയാണ് ഇനി ശേഷിക്കുന്നത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ റോഷി പാൽ വിവരങ്ങൾ നൽകും. റോഷി, ഗുഡ് മോർണിംഗ്. എന്തായാലും 100 ദിവസങ്ങൾ പിന്നിടുകയാണ് പുതിയ സർക്കാർ ഭരണമേറ്റിട്ട്. ജനം എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം. പത്ത് വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ UDF സർക്കാർ രൂപീകരിച്ചപ്പോൾ സ്വാഭാവികമായും UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ നിലപാടുകൾ, ആ സമയത്ത് LDF സർക്കാരിനെതിരെ സ്വീകരിച്ച നിലപാടുകൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര എന്ന് തന്നെയാണ്. അതിന് പിന്നാലെ മറ്റ് പ്രധാനപ്പെട്ട യൂട്ടേണുകൾ വന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. പദ്ധതി തുടരുമെന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്ന് സൂചനകൾ വന്നത് UDFനകത്ത് അടക്കം വിമർശനമുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിൽ എങ്ങനെയാണ് കഴിഞ്ഞ 100 ദിനം എന്നതിൽ ഒരു വിലയിരുത്തൽ അത് പൊതുജനമാണ് നടത്തേണ്ടത്. സമാനമായി തന്നെ UDFനകത്തും കോൺഗ്രസിനകത്തും ആ ഒരു വിലയിരുത്തലുണ്ടാവും. പ്രതിപക്ഷം UDF സർക്കാരിനെ വിലയിരുത്തുന്നത് എങ്ങനെയെന്ന ചോദ്യവുമുണ്ട്. അത് സ്വാഭാവികമായും നേരത്തെ എടുത്ത എതിർപ്പുകളും പിന്നീട് ആ നിലപാടുകൾ തിരുത്തിയതുമൊക്കെ ആകാം. ഏതായാലും 6 മാസക്കാലമെങ്കിലും വേണം UDFന് ഈ ഏറ്റവും മികച്ച രീതിയിൽ ഭരണത്തിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ എന്നത് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസത്തേക്ക് കാത്തിരിപ്പ് നീളും UDF സർക്കാരിന്റെ വിലയിരുത്തൽ. ഏതായാലും വിവാദങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായതാണ്. നമ്മൾ കണ്ടതാണ് സണ്ണി ജോസഫിന്റെ ബന്ധുനിയമനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിവാദങ്ങൾ. മന്ത്രിമാർ അവർ പലതരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. ആരോഗ്യമന്ത്രി K മുരളീധരനും ഒപ്പം ഗതാഗത മന്ത്രി CP ജോൺ അടക്കം വിവാദത്തിൽ പെട്ടതാണ്. ഏതായാലും ഇതിൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം നിര നേതാക്കൾക്കൊക്കെ അസംതൃപ്തി ഉയരുന്നത് ഇപ്പോഴും ബോർഡ് കോർപ്പറേഷൻ സംബന്ധിച്ച നിയമനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ്. എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യമാണ്. അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾക്കിടയിലും മന്ത്രിമാരെ നേരിട്ട് ജനങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് എന്ന ഒരു വാദം കൂടി ഇവിടെ UDF ഉയർത്തും. കാരണം പരാതികളുമായി നേരിട്ടെത്താം. നേരത്തെയുള്ളതുപോലെയല്ല സെക്രട്ടേറിയറ്റ് അകത്തേക്ക് എളുപ്പത്തിൽ ചെന്ന് മന്ത്രിമാരെ കണ്ട് അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഏതായാലും UDF സർക്കാരിന്റെ തുടക്കത്തിലെ 100 ദിനമാണിപ്പോൾ പൂർത്തിയാകുന്നത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ 100 ദിനം പിന്നിടുമ്പോഴുള്ള പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നടക്കം നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ഇന്ന് ഇത് സംബന്ധിച്ച
ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശരി, റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്.